നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റിസണേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, ഇഷ്ടമായിട്ടുള്ള അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ ഒരു റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിലും മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ഫസ്റ്റ് കാർഡ് തന്നെ ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ്, ഒരു കണക്ഷൻ, ബോണ്ടിങ് അതൊക്കെയാണ് കാണിക്കുന്നത്. ഒരു ഫിസിക്കൽ അട്രാക്ഷൻ എല്ലാം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. സ്ട്രോങ് ഫീലിങ്സിലാണ് അവർ നിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ എത്ര അകന്ന് നിൽക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങളോടുള്ള ഒരു അട്രാക്ഷൻ അവരെ ഈ റിലേഷനിൽ പിടിച്ചു നിർത്തുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ വിട്ടു പോകാൻ പറ്റാത്ത അത്രയും ഒരു ഇമോഷണൽ ബോണ്ടിങ്, ഒരു അട്രാക്ഷൻ നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഏസ് ഓഫ് മാൻസ് എനർജിയാണ്. ഇവിടെ ഈ റിലേഷനിൽ മുന്നോട്ടൊരു റീസ്റ്റാർട്ട് വേണം. ഇപ്പോഴുള്ള ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ പോയാൽ പോരാന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. ഇവിടെ യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒരു റീസ്റ്റാർട്ട് ഈ റിലേഷനിൽ വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് ഒരു കോണ്ടാക്ട് ഇല്ലാതെ നിൽക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു കോണ്ടാക്ട് വരുന്നതായിട്ടും ഈ റിലേഷൻ ഒരു ന്യൂ ബിഗിനിങ് വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ടെൻ ഓഫ് സോഡ്സ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ മാനസികമായിട്ടൊരു സ്റ്റെക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അവരുടെ പ്രശ്നങ്ങളിൽ അവർ സ്റ്റെക്കാണെന്നാണ് കാണിക്കുന്നത്. മാനസികമായിട്ട് അവരിപ്പം ഓക്കെ അല്ല എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ചിലപ്പോൾ ഈ റിലേഷനിൽ നിങ്ങൾ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടായതിന്റെ പുറത്തായിരിക്കാം അവർ ഇത്രയും ടെൻസ്ഡ് ആവുന്നത്. അതല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഇഷ്യൂസ് ആയിരിക്കാം. എന്തായാലും അവരുടെ മാനസികമായിട്ട് അവർ ഓക്കെ അല്ല, മെന്റലി അവർ ഒന്ന് ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ എന്നാണ് കാണിക്കുന്നത്. നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ്. അവർ നിങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ, അല്ലെങ്കിൽ അവർ നിങ്ങളെ കൂടുതൽ ആ ഒരു സ്നേഹത്തോട് കൂടി തിരിച്ചു വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. സ്നേഹത്തോട് നിങ്ങളോട് സംസാരിക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഇപ്പം വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണിന്റെ ഭാഗത്തുനിന്ന്, അതായത് നിങ്ങൾ ഇപ്പം സ്നേഹം തുറന്നു പറയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അത് ഓപ്പൺ അപ്പ് ആയിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട്. അല്ലാതെ ഇപ്പം ഒന്ന് ലെസ് കോണ്ടാക്റ്റിൽ നിൽക്കുന്ന എനർജിയാണ്, ഒരു നോ കോണ്ടാക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ സ്നേഹത്തോടെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് അയക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. സ്ട്രെങ്ത് കാർഡാണ്. അപ്പം അങ്ങനെ അവർ ഈ റിലേഷനോട് തിരികെ വരുന്ന സമയത്ത് ഈ റിലേഷൻ കൂടുതൽ സ്ട്രെങ്തൻ ആവും എന്നാണ് കാണിക്കുന്നത്. കൂടുതൽ ഈ റിലേഷനിൽ നിങ്ങൾക്ക് പഴയ ആ ഒരു ബോണ്ടിങ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും എന്നാണ് കാണിക്കുന്നത്. റിലേഷൻ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിലോട്ട് ഇനി മുന്നോട്ട് പോകും എന്നാണ് കാണിക്കുന്നത്. ജഡ്ജ്മെന്റ് ആണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം ഈ റിലേഷൻ നന്നായിട്ട് വരണം. ഈ ഒരു വാലന്റൈൻസ് ഡേയിലെങ്കിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ആ ഒരു സ്നേഹത്തോടെ നിൽക്കണം എന്ന് നിങ്ങൾ ചിലപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. എന്തായാലും ആ ഒരു മാനിഫെസ്റ്റേഷൻ സക്സസ് ആവും എന്നാണ് കാണിക്കുന്നത്. യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്ന് അതിന്റെ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് മുന്നോട്ടുണ്ടാവുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ടു സോഴ്സ് എനർജിയാണ്. ഇവിടെ നെഗറ്റീവ് തോട്ട്സ് ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ചില സമയത്ത് നെഗറ്റീവ് തോട്ട്സ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആള് വരില്ലേ എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഡൊമിനന്റ് ആയിട്ട് നിങ്ങളെ മനസ്സിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു നെഗറ്റീവ് തോട്ട് മാറ്റി വെച്ച് നിങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ നിങ്ങൾ വാലന്റൈൻസ് ഡേ മറന്നാലും ശിവരാത്രി മറക്കരുത്. ശിവരാത്രി നന്നായിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. തലേ ദിവസം നിങ്ങൾ ഒരിക്കലും ഉണ്ണുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിറ്റേ ദിവസം ശിവരാത്രിയുടെ അന്ന് നിങ്ങൾ നേരത്തെ എണീറ്റ് അന്ന് ഉപവാസമായിട്ട് എടുക്കുന്നവർ, അങ്ങനെ ആഗ്രഹിക്കുന്നവർ അത് ചെയ്യാം. അതല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സോ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഒരിക്കലായിട്ട് എടുക്കുക. അങ്ങനെ ഏത് രീതിയിലാണെങ്കിലും ആ ഒരു ശിവരാത്രി പരമാവധി യൂസ്ഫുൾ ആക്കുക കേട്ടോ. അത് മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ, നിങ്ങൾ എന്ത് ആഗ്രഹം സാധിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, എന്തെങ്കിലും ഒരു വിഷ് നിങ്ങളുടെ മനസ്സിലുണ്ടോ, അതായത് ഇപ്പം പ്രത്യേകിച്ച് റിലേഷൻ്റെ കാര്യത്തിൽ, റിലേഷൻഷിപ്പിലൊക്കെ ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ നിങ്ങൾ മനസ്സ് ഏകാഗ്രമാക്കി വെച്ച് ആ ഒരു ശിവരാത്രി നന്നായിട്ട് ശിവനെ ഓം നമഃ ശിവായൊക്കെ ചൊല്ലി
അത്രയും ഒരു പ്യുവറായിട്ട് ആ ഒരു ദിവസത്തെ കണ്ട് ഒരു വ്രതമായിട്ട് തന്നെ അത് ആചരിച്ച് നിങ്ങളുടെ എനർജി ലെവൽ ഒന്നുകൂടി ഹയർ ആക്കി റിലേഷൻസിനെയൊക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എനർജിയിലോട്ട് നിങ്ങൾ മാറണം. ഓക്കെ, അങ്ങനെ മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ശിവരാത്രി എന്ന് പറയുന്നത് അത്രയും പ്യുവറായിട്ട് കണ്ട് അതിനെ ആ രീതിയിൽ അതിനെ പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളെയും കണ്ട് നമശിവായ ജപിച്ച് ശിവക്ഷേത്രത്തിൽ ദർശനമൊക്കെ നടത്തി നല്ല രീതിയിൽ ആ ഒരു ദിവസം നിങ്ങൾ ഉറക്കൊഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറക്കൊഴിച്ച് ആ ദിവസം കണ്ടിന്യൂ ചെയ്യുക, അതായത് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. അപ്പം പരമാവധി അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, പറ്റുന്നവരൊക്കെ ചെയ്യുക. തീരെ പറ്റാത്തവർ, ഹെൽത്ത് ഇഷ്യൂസോ എന്തെങ്കിലുമൊക്കെ ഉള്ളവർ ചെയ്യാതിരിക്കുക. അതൊന്നുമില്ല, ഒരു കുഴപ്പമില്ലാത്തവർ അന്ന് നല്ല ഒരു നമ്മളുടെ യൂണിവേഴ്സിൽ എനർജി ഹയറായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. നമുക്ക് മെഡിറ്റേഷനൊക്കെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ താല്പര്യമുള്ളവർ കേട്ടോ, മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അത് ചെയ്യാം, ആ ഒരു മെഡിറ്റേഷൻ ചെയ്യാം. പ്രത്യേകിച്ച് രാത്രി ഒരു 12 മണിക്ക് ശേഷം ധ്യാനിക്കുക. ഓക്കെ, ആ സമയത്ത് നമ്മൾ ആ ഒരു യൂണിവേഴ്സിൻ്റെ ആ ഒരു എനർജി റിസീവ് ചെയ്യാൻ നമുക്ക് പറ്റുന്ന ഒരു ടൈമാണ്. അത് റിസീവ് ചെയ്യുക, പരമാവധി യൂസ്ഫുൾ ആക്കുക നിങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. ഏഞ്ചൽസിൻ്റെ മെസ്സേജ് ആട്ടോ. മെഡിറ്റേഷൻ ബ്രിങ് ആൻസേഴ്സ് എന്നാണ് കാണിക്കുന്നത്. മെഡിറ്റേഷൻ ത്രൂ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് മെഡിറ്റേഷൻ ത്രൂ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്താണ് മുന്നോട്ട് നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കേണ്ടത് എന്നുള്ളത്. ബി അസേർട്ടീവ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ കുറച്ച് അസേർട്ടീവ് ആയിട്ടിരിക്കുക, നിങ്ങൾ നിങ്ങളുടെ മുന്നോട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആവുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലോസ് കൂടി നോക്കാം. ക്ലോസ് എടുക്കുന്ന എന്തിനാന്ന് ചോദിക്കുന്നുണ്ട്. ക്ലോസ് എടുക്കുന്നത് കുറച്ചുകൂടി നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് മാച്ച് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തിരുവാതിര, അനീരം, 2001, 1995, ഡിസംബർ, 2000, 1996, ആയില്യം, അവിട്ടം, ലെറ്റർ ആർ, ലെറ്റർ എച്ച്, ലെറ്റർ എഫ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.